ഹായ് ഓൾ. നമുക്ക് എങ്ങനെയാണ് നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാൻ പറ്റുക? നമുക്ക് ആദ്യമായിട്ട് ചെയ്യാൻ പറ്റുന്നത് ചാലഞ്ചിങ് ഗോൾസ് നമ്മൾ ഉണ്ടാക്കുക, ശകലം ബുദ്ധിമുട്ടുള്ളത്. അത് നേടാനായിട്ട് പ്ലാൻ ചെയ്യുക. ആ ചലഞ്ചസ് നമ്മൾ ഓരോന്നും മറികടന്ന് ഈ പല പ്രാവശ്യം നമ്മൾ ഈ ചാലഞ്ചസ് മറികടന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു തോന്നൽ വരുന്നത് എന്നെക്കൊണ്ട് പലതും പറ്റും. പിന്നെ പല ചാലഞ്ചസും കാണുമ്പോൾ നമ്മുടെ ബ്രെയിനിലൊരു പ്രോഗ്രാം വീഴും, അതെന്നെ കൊണ്ട് പറ്റും. അപ്പോൾ ഇതാണ് നമുക്കൊരു, അപ്പോൾ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുമ്പോഴും എന്താണ് കുറച്ചുകൂടെ പെട്ടെന്ന് കുറച്ചുകൂടെ നമ്മൾ കയറ്റി വെക്കും. പിന്നെ അതുപോലെ തന്നെ നമുക്കൊരു പേഴ്സണൽ റൂൾസ് ഗോൾസിന് വേണ്ടി. അപ്പോൾ നമുക്കൊരു എപ്പോഴും ഒരു നമ്മുടെ ഇന്ന കാര്യങ്ങളും ചെയ്തിരിക്കണം. അപ്പം ഫോർ എക്സാമ്പിൾ നമ്മളൊരു 20 കൂട്ടം കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഡൂ ലിസ്റ്റ് തയ്യാറാക്കി വെക്കുക. ഇന്നത്തേക്ക് നമ്മളൊരു 2 എണ്ണം കൂടെ ആഡ് ചെയ്ത് 22 എണ്ണം നമ്മളങ്ങ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇമ്മൻസ് സാറ്റിസ്ഫാക്ഷൻ, നമ്മുടെ ശരിക്കും എൻഡോർഫിൻസ് പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും. ബ്രെയിൻ എൻഡോർഫിൻസ് പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങുമ്പോഴേക്കും നമുക്ക് നല്ലൊരു സുഖം തോന്നും. ഇനി അതുപോലെ തന്നെ നമുക്ക് നെഗറ്റീവ് തോട്ട്സ് ഇടയ്ക്ക് വരും, അതിനങ്ങ് ചാലഞ്ച് ചെയ്യുക. നെഗറ്റീവ് തോട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ അപ്പുറത്തേക്ക് ചെയ്യും. അപ്പോൾ അങ്ങനെ നമുക്ക് ഇവാലുവേറ്റ് നെഗറ്റീവ് തോട്ട്സ്. അപ്പം അവിടെ നമുക്ക് എന്നിട്ട് ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ്, എന്നെ കൊണ്ടത് പറ്റും എന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ എംബറൈസ് ഇംപെർഫെക്ഷൻസ്. എനിക്ക് എന്തെങ്കിലും ഒരു കുറവുണ്ടെന്നോ പുസ്തകം എഴുതിയതിനകത്തൊരു കുറവുണ്ടെന്നൊക്കെ പറയുകയാണെങ്കിൽ ഞാനതങ്ങ് അക്സെപ്റ്റ് ചെയ്യുകയാണ്. കാരണം അത് പെർഫെക്റ്റ് ആകാൻ ഞാൻ ഒരിക്കലും ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ പെർഫെക്റ്റ് ആകാൻ നോക്കിക്കൊണ്ടിരുന്ന് നമുക്ക് തീരെ കുറച്ച് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പം അത് അക്സെപ്റ്റ് ചെയ്യുക. അപ്പോൾ പിന്നെ നമുക്ക് അവിടെ കോൺഫിഡൻസ്. പക്ഷേ പലരും എഴുതുന്ന കഴിഞ്ഞും എനിക്ക് ഒത്തിരി ഉയരത്തിൽ എഴുതാൻ പറ്റുന്നുണ്ട്. പലരും ക്ലാസ് എടുക്കുന്ന കഴിഞ്ഞും ഒത്തിരി നന്നായിട്ട് ക്ലാസ് എടുക്കാൻ പറ്റുന്നുണ്ട്. ദാറ്റ്സ് ഇറ്റ്. അപ്പം നിങ്ങളത് ചെയ്താൽ മതി. ഒരു പെർഫെക്ഷന് വേണ്ടി നോക്കണ്ട. പെർസിസ്റ്റൻസ് ഇൻ പെർസ്യൂയിങ് ഡ്രീംസ്. നമുക്കൊരു സ്വപ്നം ഉണ്ടെങ്കിൽ ഒറ്റ പോക്കിനെ നടന്നില്ലെങ്കിൽ ഒന്നുകൂടെ ട്രൈ ചെയ്യുക. നടന്നില്ല, ഒന്നുകൂടെ ട്രൈ ചെയ്യുക. ഇനിയെങ്ങാനും ഒന്നുകൂടെ നടന്നാലോ ചിലപ്പം വീണ്ടും നോക്കും. ആൻഡ് സീക്ക് സെൽഫ് അപ്രൂവൽ. മറ്റുള്ളവരല്ല നമ്മുടെ അപ്രൂവൽ. ആദ്യമേ നമ്മളെ അപ്രൂവ് ചെയ്യണം. എന്നെക്കൊണ്ടത് പറ്റും, ഞാൻ ഗ്രേറ്റ് ആണ് എന്ന് ഞാൻ തന്നെ പറയുന്ന അവസ്ഥയിലേക്ക്. അപ്പം അങ്ങനെ നമ്മൾ പലതും ചാലഞ്ചസ് നേരിട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും പ്രധാനമായിട്ട് നമുക്ക് ഈ സെൽഫ് കോൺഫിഡൻസിനെ നമ്മളായിട്ട് ഈ അറിഞ്ഞുകൊണ്ട് തിന്മയൊന്നും ചെയ്യാതിരിക്കുക. ഇപ്പോൾ നമ്മൾ ടാക്സ് കൊടുക്കാതിരിക്കുക, നമ്മൾ ഡിസോണസ്റ്റ് ചെയ്യുക, നമ്മൾ ഇൻറ്റഗ്രിറ്റി സത്യസന്ധത കാണിക്കാതിരിക്കുക, ഒരാളില്ലാത്തപ്പം അതിനെക്കുറിച്ച് കുറ്റം പറയുക. നമ്മൾ തന്നെ ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നമ്മളെക്കുറിച്ച് കുറച്ച് വില പോകും. അതിന് പകരം നമ്മൾ ആ ഒരു എറ്റിക്കറ്റ്സും മാനേഴ്സും വാല്യൂസും ഒക്കെ കീപ്പ് ചെയ്യുന്നതാണെങ്കിൽ നമുക്ക് നമ്മളെക്കുറിച്ച് ഭയങ്കര വിലയായിരിക്കും. സോ വി റെസ്പെക്റ്റ് അവേഴ്സസ്. അപ്പോൾ അങ്ങനെ ആ ഒരു നല്ല പോളിസി എടുക്കാം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ആരുമായിട്ട് ഇടപെടുമ്പോഴും ഫോക്കസ് ഓൺ ദ പോസിറ്റീവ്. അവർക്കൊക്കെ ഒരുപാട് കുറവ് വന്നോട്ടെ, പക്ഷേ ആ പോസിറ്റീവ് എലമെൻറ്റ്സ് ഒത്തിരി ഉണ്ടല്ലോ. ഇനി ലേൺ ഫ്രം കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം. ആരെങ്കിലും നമ്മളെ ഒരു കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തുനിന്ന് നമുക്ക് പോസിറ്റീവായിട്ട് ഒരുപാട് കാര്യങ്ങൾ എടുക്കാനും മാറ്റാനും ഉണ്ടാവും. അധികം നമുക്ക് ഒരുപാട് കോൺഫിഡൻസ് വരും. അവോയ്ഡ് കമ്പാരിസൺസ്. അയാളെപ്പോലെ പറ്റിയില്ലല്ലോ, ഇയാളെപ്പോലെ പറ്റിയിട്ടില്ലല്ലോ, അങ്ങനെ അയാളെപ്പോലെ പറ്റിയിട്ടില്ലല്ലോ. അപ്പം നമ്മൾ നമ്മുടെ ജേണിയിൽ നമ്മുടെ ദൗത്യത്തിൽ മാത്രം ഫോക്കസ് ആക്കുക. ഇനി പെർസ്യൂ എക്സലൻസ്. നമ്മളെപ്പോഴും നമ്മൾ സ്ട്രൈവ് ചെയ്യേണ്ടത് എക്സലൻസിന് വേണ്ടിയിട്ടാണ്. എത്തുന്നതോടെ എത്തട്ടെ. ആൻഡ് പ്രാക്ടീസ് പോസിറ്റീവ് സെൽഫ് അഫർമേഷൻസ്. വളരെ ഇതാണ് ഞാൻ വളരെ പോസിറ്റീവായിട്ടുള്ളത്. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടംപോലെ നെറ്റിൽ കിട്ടും പോസിറ്റീവ് സെൽഫ് അഫർമേഷൻസ്. അത് കൂടെ പറഞ്ഞുകൊണ്ടിരിക്കുക. പിന്നെ മെയിൻറ്റെയിൻ എ ഗുഡ് പോസ്ചർ. നൂറിന് ഇരിക്കുക. ഓക്കെ. അപ്പോൾ അത് തന്നെ നമുക്കൊരു എപ്പോഴും ഒരു കോൺഫിഡൻ്റ് ആയിട്ട് നിൽക്കുക. നല്ല ഒരു പോസിറ്റീവ് കിട്ടും. പിന്നെ ഇനി നമുക്ക് സെലിബ്രേറ്റ് അവർ അച്ചീവ്മെൻറ്റ്സ്. എന്തെങ്കിലുമൊക്കെ വിജയം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ അക്നോളജ് ചെയ്യുക, സെലിബ്രേറ്റ് ചെയ്യുക. ഇനി പ്രാക്ടീസ് സെൽഫ് ടോക്ക്. അങ്ങനെ വേണമായിരുന്നു ചെയ്യാൻ. വെരി ഗുഡ്, എക്സലൻറ്റ്, നന്നായിട്ട് ചെയ്തു.
അപ്പം ചിലപ്പോൾ നല്ല ക്ലാസ്സൊക്കെ എടുത്തിട്ട് മുറിയിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷനാണ്. നമുക്ക് നന്നായിട്ട് ചെയ്തു, നമ്മളെ ചില പ്രശ്നങ്ങളുള്ള ആൾക്കാരെ ഹീല് ചെയ്തു, അവരുടെ പ്രശ്നം അതോടുകൂടി നമ്മൾ ആ വേരോടെ പിഴുതെടുത്ത് കളഞ്ഞു. ചിലപ്പോൾ പിഴുതെടുത്ത് കളഞ്ഞിട്ട് ചിലപ്പോൾ 1.5 വർഷം കഴിഞ്ഞായിരിക്കും വീണ്ടും ഒരു ക്ലാസ്സിൽ വരുമ്പോഴായിരിക്കും പറഞ്ഞു, അയ്യോ അതിപ്പോൾ ഇങ്ങനെ എവിടെ പോയെന്ന് അറിയത്തില്ല. നമുക്കറിയാം ആ ഹീൽ ചെയ്ത്, നമുക്ക് അതിനൊരു അവരോട് നമ്മളൊന്നും പറയുന്നില്ല, നമുക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷനുണ്ട്. നല്ല കടം കയറി നിന്ന ആൾ പിന്നെ നമ്മുടെ പ്രോഗ്രാമിൽ വന്നതിന് ശേഷം ഇപ്പം 4, 5, 6, 8, 10 വണ്ടിയുണ്ട്, കെട്ടിടം വാങ്ങിച്ചു, സ്ഥലം വാങ്ങിച്ചു, ബിസിനസ് വളർന്നു എന്നൊക്കെ പറയുമ്പോൾ നമുക്കുണ്ടാകുന്ന സാറ്റിസ്ഫാക്ഷനുണ്ട്. അപ്പോൾ ഒരു ട്രെയിനർ എന്നുള്ള നിലയ്ക്ക് നമുക്ക് എനിക്ക് ചെയ്യാൻ പറ്റും, മനസ്സിനകത്ത് പറയും ചെയ്യാൻ പറ്റി, പറയണം ഐ ആം സക്സസ്ഫുൾ, ഐ ആം ഗ്രേറ്റ്. സോ ഉള്ളിൽ പറയുകയാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കും പല കാര്യങ്ങൾ ചെയ്തത് നിങ്ങൾക്ക് തന്നെ സ്വയം ഏറ്റെടുത്ത് പറയാനായിട്ടാണ്. അതിന് സ്റ്റേ ആക്റ്റീവ്, ഒരിക്കലും തളർന്ന് കിടക്കരുത്. എപ്പോഴും നമ്മൾ ആക്റ്റീവായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. നമ്മളൊരു ചെടി വെച്ച് അതിന് കായായാൽ പോലും വലുതല്ലേ. പിന്നെ സെലിബ്രേറ്റ് സ്മോൾ വിൻസ്, ചെറിയ ചെറിയ വിജയങ്ങളുണ്ടാൽ പോലും. പിന്നെ സെലിബ്രേറ്റ് സ്മോൾ അച്ചീവ്മെൻറ്റ്സ്, എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ. ഇനി എപ്പോഴും സ്മാർട്ടായിട്ടുള്ള ഗോളുകൾ സെറ്റ് ചെയ്ത് അത് വിജയിപ്പിച്ച് മുന്നോട്ട് പോവുക. ഇനി ഫോക്കസ് ഓൺ സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ്. നമുക്ക് ഈ ഏതൊരാളെ എടുത്താലും ഒരു 10-300 ആസ്പെക്ട്സ് വരെ അയാളുടെ ജീവിതത്തിൽ ഇമ്പ്രൂവ് ചെയ്യേണ്ട ഏരിയാസിലാണ്. അതൊരു രസകരമായിട്ട് എടുത്ത് നമ്മൾ ഇമ്പ്രൂവ് ചെയ്ത് അപ്പോൾ നമുക്ക് ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ്സ് വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് തന്നെ ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ, എനിക്ക് അത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതനുസരിച്ച് നമുക്ക് സെൽഫ് കോൺഫിഡൻസ് കൂടും. ഇനി റെക്കോർഡ് അവർ അച്ചീവ്മെൻറ്റ്സ്, നമ്മുടെ അക്കംപ്ലിഷ്മെൻറ്റ്സിൻ്റെ എല്ലാം ചിലപ്പോൾ ചില വിജയിച്ചതിൻ്റെയൊക്കെ നമ്മുടെ ട്രോഫി, ചില ഫലകങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ. അതുപോലെ തന്നെ മറ്റൊന്ന് സെൽഫ് കോൺഫിഡൻസ് കൂടാനായിട്ട് ട്രസ്റ്റ് വെരി വെൽ. നമ്മളെപ്പോഴും വളരെ നല്ല ട്രസ്റ്റ് ഇട്ട്, നൈസായിട്ട്, സൂപ്പറായിട്ട്, സുപ്പീരിയറായിട്ട്. ആൻഡ് ബി കൈൻഡ് ടു യുവർ സെൽഫ്. നമുക്ക് നമ്മളോട് തന്നെ കമ്പാഷൻ വേണം, നമ്മളെ ഒരിക്കലും കുറ്റപ്പെടുത്തരുത്. എപ്പോഴും പോസിറ്റീവ് അഫർമേഷൻസ് കൊടുത്തുകൊണ്ടിരിക്കണം. പിന്നെ പ്രാക്ടീസ് ഗ്രാറ്റിറ്റ്യൂഡ്. ഏത് സാധനം എവിടെ നിന്ന് കിട്ടിയാലും എന്ത് കിട്ടിയാലും നമുക്ക് അതിനൊക്കെ അവിടെ എല്ലാം നമുക്ക് ഫീൽ ചെയ്യേണ്ടത് ഒരു ഗ്രാറ്റിറ്റ്യൂഡാണ്. അത് നമുക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയല്ലോ, അതിന് പുതിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളെ സെറ്റ് ചെയ്ത് അതുപോലെ തന്നെ നമുക്ക് ഡെയിലി ഗോള് വേണം. എഴുതൊന്നും വേണ്ട, മനസ്സിലാണെങ്കിലും ഒരു ഗോൾ വേണം. ഡൂ ലിസ്റ്റ് എന്താണെങ്കിലും വേണം, ഡെയിലി ഡൂ ലിസ്റ്റ് വേണം. അത്രയും കാര്യങ്ങൾ തീർക്കുകയും വേണം, എന്നിട്ട് അച്ചീവ് ചെയ്യണം. അപ്പം നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് തുടരെ പറ്റണം. ഇനി അതുപോലെ തന്നെ എൻഗേജ് ഇൻ ഫിസിക്കൽ ആക്ടിവിറ്റി. എന്തെങ്കിലുമൊക്കെ ഫിസിക്കൽ ആക്ടിവിറ്റി, ശരീരത്തിന് നമുക്ക് ഊർജ്ജം നിലനിർത്തണം, ആരോഗ്യം നിലനിർത്തണം, എന്തെങ്കിലുമൊക്കെ ഫിസിക്കൽ ആക്ടിവിറ്റി നമുക്ക് വേണം. ഇനി നമുക്ക് ദിവസം അവസാനിപ്പിക്കുന്നത് നമ്മളോട് തന്നെ പോസിറ്റീവായിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ട് വേണം. നമുക്ക് അംഗീകാരം, അപ്രിസിയേഷനൊക്കെ സെൽഫ് അപ്രിസിയേഷൻ കൊടുത്തുകൊണ്ടായിരിക്കണം ഉറങ്ങാനായിട്ട് പോകുന്നത്. പിന്നെ പ്രാക്ടീസ് സെൽഫ് അവെയർനെസ്, മൈൻഡ്ഫുൾനെസ്. നമ്മൾ ചെയ്യുന്നത് ഈ നിമിഷത്തിൽ അതായത് കഴിഞ്ഞ ദിവസങ്ങളോ കഴിഞ്ഞ നിമിഷങ്ങളോ ഒന്നും നമുക്ക് തരുന്നില്ല, ഒരു പവറും ഇല്ല. പവറെല്ലാം ഈ സെക്കൻഡ്സിൽ മാത്രമേ, ഇപ്പോൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളത് എപ്പോഴും ഓർത്തിരിക്കുക, ഈ നിമിഷത്തിൽ ചിന്തിക്കാനായിട്ട്, ഈ നിമിഷത്തിൽ ജീവിക്കാനായിട്ട്. ആൻഡ് അക്സെപ്റ്റ് ഇംപെർഫെക്ഷൻസ്, കുറവുകളുള്ളതിനെ നമ്മളങ്ങ് അക്സെപ്റ്റ് ചെയ്യുക. ഇനി റിയലൈസ് യുവർ യുണീക്ക്നെസ്. നമ്മളെല്ലാം എവ്രിബഡി വി ആർ ഓൾ യുണീക്ക്. അപ്പോൾ എൻ്റെ യുണീക്ക്നെസ്സിനെ ഞാൻ അങ്ങ് റെസ്പെക്റ്റ് ചെയ്യുക. അപ്പോൾ അതേപോലെ തന്നെ ഓരോ പ്രാവശ്യം ഉണ്ടായിട്ടുള്ള നേട്ടങ്ങളെ നമ്മൾ റിവ്യൂ ചെയ്യുക, ടേക്ക് ആക്ഷൻ. നല്ലത് ചെയ്തത് വീണ്ടും ടേക്ക് ആക്ഷൻ. പ്രാക്ടീസ് എമ്പതി, മറ്റുള്ളവരെ കാണുമ്പോഴത്തേക്കും അവരെ ഒരു കമ്പാഷനേറ്റ് ആയിട്ട്. അപ്പോൾ അവിടെയെല്ലാം നമ്മൾ വി ആർ ബിൽഡിംഗ് കോൺഫിഡൻസ്. പിന്നെ ഐഡൻറ്റിഫൈ സെൽഫ് കോൺഫിഡൻസ് ഹീറോസ്. അയാൾക്ക് എന്തൊരു കോൺഫിഡൻസ് ആപ്പന്നെ, സംസാരിക്കുന്നത് കേട്ടില്ലേ. നമുക്ക് അതേപോലെ കോപ്പി ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് അവരുടെ ഫോർമുലാസ് നമ്മുടെ ജീവിതത്തിലേക്ക് ട്രിപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റും. അവരുടെ മെൻ്റൽ ഗ്രൂപ്പ് ഉണ്ട്. സീക്ക് ചാലഞ്ചസ്. എവിടെയും നമ്മൾ അതിനങ്ങ് പോയാൽ എന്താ, അതങ്ങ് ചെയ്താൽ എന്താ, അത് വീണ്ടും ചാലഞ്ചസിന് പോകാനായിട്ട്. വിഷ്വലൈസ് സക്സസ്. ഞാൻ വിജയിച്ചു, നെക്സ്റ്റ് വിജയം. ഇനി ഫേസ് ഫിയർ അഹെഡ്. ഫോബിയാസോ ഫിയറോ ഉള്ളെങ്കിൽ അതിനെ മനഃപൂർവ്വം തന്നെ നേരിടാനായിട്ട്. ആൻഡ് നമുക്ക് ലേൺ ഫ്രം മിസ്റ്റേക്ക് വന്നാൽ അതിനകത്ത് ഒത്തിരി പഠിക്കുക. ആൻഡ് എക്സ്പാൻഡ് യുവർ കംഫർട്ട് സോൺ. ഓരോ ദിവസവും നമ്മുടെ കംഫർട്ട് സോൺ ഇങ്ങനെ വീണ്ടും
വീണ്ടും വീണ്ടും കംഫർട്ട് സോൺ നമ്മൾ ഭേദിച്ച് പോകണം. സ്റ്റേ പെർസിസ്റ്റൻറ്റ്. നമ്മൾ നടന്നില്ലെങ്കിൽ വീണ്ടും 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 പോസിറ്റീവ് വിഷ്വലൈസേഷനോട് കൂടി നമ്മൾ വീണ്ടും വീണ്ടും പ്രയത്നിച്ചു കൊണ്ടേയിരിക്കണം. ഒരു കാരണവശാലും ഇവിടെ നമ്മൾ നെഗറ്റീവ് ടോക്ക് നമ്മുടെ വായിൽ നിന്നോ ചിന്തയിലോ ആക്ഷനിലോ ബോഡി ലാംഗ്വേജിലോ വരരുത്. അക്സെപ്റ്റ് അക്കംപ്ലിഷ്മെൻറ്റ് ഗ്രേസ്ഫുള്ളി. ചെറിയ വിജയം ഉണ്ടായാൽ അത് കിട്ടിയതിൽ യൂസ് പോസിറ്റീവ് ബോഡി ലാംഗ്വേജ്, എപ്പോഴും പോസിറ്റീവായിട്ടുള്ള ബോഡി ലാംഗ്വേജിൽ. എൻഹാൻസ് സ്കിൽസ്, നമുക്കില്ലാത്ത ചില സ്കില്ലുകൾ ഇങ്ങനെ ആഡ് ഓൺ ചെയ്ത് അതിൻ്റെ നമ്മൾ ആഡ് ഓൺ ചെയ്ത് പോകുമ്പോഴത്തേക്കും നമ്മൾ ഇങ്ങനെയുള്ള ഒരുപാട് സ്കില്ലുകളുടെ കലവറയായിട്ട് വരും. നമ്മൾ കാണുന്നത് സൂപ്പർ കോൺഫിഡൻറ്റ് പേഴ്സണായിട്ടായിരിക്കണം. ഹൗ ഡു യു സീ യുവർ സെൽഫ്? യു സീ യുവർ സെൽഫ് ആസ് എ സൂപ്പർ കോൺഫിഡൻറ്റ് പേഴ്സൺ. ഇനി ഡെവലപ്പ് സെൽഫ് റെസീലിയൻസ് എന്ന് പറഞ്ഞാൽ പൂർവ്വസ്ഥിതിയിലേക്ക് നമ്മൾ വരിക. വിഷമങ്ങളുണ്ടായാൽ മിനിറ്റുകൾക്കകത്ത് പഴയ അവസ്ഥയിലേക്ക്. പിന്നെ എല്ലാ സ്ഥലത്തും ഒരു പോസിറ്റീവ് എൻവയറമെൻറ്റ് ഉണ്ടാക്കുക, താമസിക്കുന്ന വീടും താമസിക്കുന്ന സ്ഥലവും എല്ലാം. ഇനി ഫോക്കസ് ഓൺ ദ സ്ട്രെങ്ത്. നമ്മുടെ സ്ട്രെങ്തുകൾ ഭയങ്കര ഒരു സാധനമാണ്. നിങ്ങളുടെ വീക്ക്നെസ്സിനെ കുറിച്ച് ചിന്തിക്കുക പോലും പാടില്ല. യു ഫോക്കസ് ഓൺ യുവർ സ്ട്രെങ്ത്. പിന്നെ സെറ്റ് യുവർ ക്ലിയർ ബൗണ്ടറീസ്. അതിനപ്പുറത്തേക്ക് പോകരുത്. ഞാനിവിടം വരെ പോകുള്ളൂ, ഇവിടം വരെ സംസാരിക്കുകയുള്ളൂ. ലേൺ അസർട്ടീവ്നെസ്. അസർട്ടീവായിട്ട് സ്റ്റേ ഓപ്പൺ ടു ലേണിംഗ്. പുതിയ കാര്യങ്ങൾ പഠിക്കാനായിട്ട് വീണ്ടും റീഫ്രെയിം നെഗറ്റീവ് എക്സ്പീരിയൻസ്. എനിക്കത് അങ്ങനെ സംഭവിച്ചുകൊണ്ടല്ലേ, എനിക്ക് ആ ജോലി നഷ്ടപ്പെട്ടുകൊണ്ടല്ലേ ഇങ്ങനൊരു കച്ചവടം കിട്ടിയത്, ഇങ്ങനൊരു ബിസിനസ് കിട്ടിയത്, ഓപ്പർച്യൂണിറ്റി കിട്ടിയത്. അന്ന് എനിക്ക് അധ്യാപകനാകാൻ പോയിട്ട് നടക്കാതിരുന്നുകൊണ്ടല്ലേ എനിക്ക് വലിയ ട്രെയിനറാകാൻ പറ്റിയത്. പ്രാക്ടീസ് മൈൻഡ്ഫുൾനെസ്. എപ്പോഴും നമ്മൾ ഈ നിമിഷത്തിൽ ചെയ്യുക. പിന്നെ ബൂസ്റ്റ് യുവർ നോളജ്. ചില കാര്യത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ സക്സസ്സും ഇൻകവും അഡ്മിറേഷനൊക്കെ തരുന്ന ഏരിയയിലുള്ള അറിവ് കൂട്ടിക്കൊണ്ടിരിക്കുക. ഡെവലപ്പ് എ ഗ്രോത്ത് മൈൻഡ് സെറ്റ്. നമ്മൾ ഓരോ ദിവസവും കുറേശ്ശെ വളർന്നുകൊണ്ടിരിക്കുക. പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള സ്കില്ല് നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ളതാണ്, ആരുടെ പ്രോബ്ലം ആയിക്കോട്ടെ. അതുപോലെ തന്നെ പ്രാക്ടീസ് പബ്ലിക് സ്പീക്കിംഗ്. നല്ല സരസമായിട്ട്. സ്റ്റേജ് ഫിയർ മാത്രമല്ല, അതിനകത്ത് ഒരുപാട് ആഴത്തിലുണ്ട്. എന്ന് പറഞ്ഞാൽ വാക്കുകൾ ഉച്ചരിക്കുന്നതിന്, നിർത്തുന്നതിന് ഒക്കെ ആയിട്ട് ആർട്ടിക്കുലേഷൻ, ആർട്ട് ഓഫ് ആർട്ടിക്കുലേഷൻ. അപ്പം ഇതിന് വേണ്ടിയിട്ട് ഒരെണ്ണം പ്രപ്പോസ് ചെയ്ത് നിൽക്കുന്നുണ്ട്, ഒത്തിരി പേര് വേണമെന്ന് പറഞ്ഞ് നിൽക്കുന്നുണ്ട്. ഒരു പബ്ലിക് സ്പീക്കിംഗ് പ്രോഗ്രാം ലൈവായിട്ട് നമ്മൾ ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട്. ഇനി സെറ്റ് ഹെൽത്തി ലൈഫ് സ്റ്റൈൽസ്, നല്ല ഹെൽത്തി ആയിട്ടുള്ള. പിന്നെ പോസിറ്റീവ് റിലേഷൻഷിപ്പ് മാത്രം കൊണ്ടു നടക്കുക. നമ്മളെ കുറ്റം പറഞ്ഞ് ക്രിറ്റിസൈസ്, നമ്മളെ ലെറ്റ് ഡൗൺ ചെയ്യുന്ന ബന്ധങ്ങളിൽ നിന്നും അകലുക. നമ്മളെപ്പോഴും ആ ബന്ധങ്ങൾ നമുക്കൊരു ഉപകാരം ചെയ്യത്തില്ല. ക്ലാരിഫൈ യുവർ വാല്യൂസ്. നമ്മുടെ ആദർശങ്ങൾ എന്താണെന്ന് നമ്മൾ കൃത്യമായിട്ട് അറിയണം. സ്റ്റേ ഓർഗനൈസ്ഡ്. നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം എപ്പോൾ വേണമെങ്കിലും എടുക്കാൻ പറ്റുന്ന രീതിയിൽ. പ്രാക്ടീസ് ആക്റ്റീവ് ലിസണിങ്. മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ, കേൾക്കേണ്ട കാര്യങ്ങൾ വളരെ ശ്രദ്ധാപൂർവം കേൾക്കണം. അതുപോലെ തന്നെ ഓരോ വിജയങ്ങളും നമ്മൾ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. പിന്നെ യൂസ് വിഷ്വലൈസേഷൻ ടെക്നിക്സ്. എന്ത് വരണമെന്നുള്ളത് നമ്മൾ വിഷ്വലൈസ് ചെയ്ത് അതനുസരിച്ച് നമ്മുടെ ബോഡി സിസ്റ്റം, നെർവ് സിസ്റ്റം എല്ലാം പ്രിപ്പയർഡ് ആവുകയാണ്. ആൻഡ് സീക്ക് പ്രൊഫഷണൽ ഹെൽപ്പ്. നമുക്ക് പോരായ്മ ഉള്ളിടത്ത് നമ്മൾ പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കുക തന്നെയാണ്. ചില കോഴ്സിലൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഭയങ്കര സൂപ്പർ ആയിട്ടുള്ള കോഴ്സുകൾ ലൈഫ് ലൈനിൽ തന്നെയുണ്ട്. നിങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്യുന്നതാണെങ്കിൽ താമസിക്കരുത്. അത് മണി കയ്യിലിരിക്കുന്നതിൽ അർത്ഥമില്ല. അതിവിടെ വന്നാൽ സ്കില്ല് നേടിയാലായിരിക്കും നമുക്ക് ലൈഫ് ഒരു പക്ഷേ പൂർത്തിയാക്കുന്നത്. ചിലതെന്താണ്, ഇങ്ങോട്ട് വരികയോ വേണ്ട, ഈ ലേണിങ്ങിൽ തന്നെ കിടക്കുന്നുണ്ട്, അതൊക്കെ ഉപയോഗിച്ചാൽ മതി. ഇനി റെക്കോർഡ് അച്ചീവ്മെൻറ്റ്സ്. നമുക്കുണ്ടായിട്ടുള്ള അച്ചീവ്മെൻറ്റ്സ് നമ്മൾ രേഖപ്പെടുത്തി. അതുപോലെ കൾട്ടിവേറ്റ് റെസ്പെക്റ്റ്, സെൽഫ് റെസ്പെക്റ്റ്. നമ്മൾ സ്വയം തന്നെ. പിന്നെ ഈ നമ്മൾ ഈ ലിമിറ്റിംഗ് ബിലീഫ്സ് എടുത്ത് കളയണം. എനിക്ക് ഇത്രേ പറ്റുള്ളൂ. അതിൽ നിന്ന് നമ്മൾ അതിൻ്റെ പുറത്ത് പോകണം. പിന്നെ അതേപോലെ തന്നെ നമ്മൾ പോസിറ്റീവ് അഫർമേഷൻ എവിടെയൊക്കെ ഉപയോഗിക്കാൻ പറ്റുമോ, ചെറിയ തടസ്സം കണ്ടാലും അവിടെ എല്ലാം നമ്മൾ. പിന്നെ അതുപോലെ സെൽഫ് ലവ്. നമ്മളെ തന്നെ നമ്മൾ സ്നേഹിക്കുന്നത്, നമ്മളോടുള്ള സ്നേഹം. പിന്നെ സീക്ക് റോൾ മോഡൽസ്. നമുക്ക് നല്ല റോൾ മോഡൽസ് ഉണ്ടാകണം. അവരെ പോലെ നമ്മൾ ആകാനായിട്ട് സ്ട്രൈവ് ചെയ്തുകൊണ്ടിരിക്കണം, എല്ലാ വിധത്തിലും അവരെ പോലെ. പിന്നെ പ്രാക്ടീസ് ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. സൂപ്പർ കമ്മ്യൂണിക്കേഷൻ. അത് ഇമ്പ്രൂവ് ചെയ്ത് വീണ്ടും ചാലഞ്ച് ചെയ്ത് ഇമ്പ്രൂവ്. ആൻഡ് പ്രാക്ടീസ് ഗ്രാറ്റിറ്റ്യൂഡ്. എല്ലാ കാര്യത്തിലും എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളിടത്ത് പണം കൂടും, ഐശ്വര്യം കൂടും, അംഗീകാരം കൂടും. പിന്നെ എവിടെയാണ് ഹെൽപ്പ് വേണ്ടത് അവിടെ എല്ലാം നമ്മളൊരു ഹെൽപ്പിംഗ് ഹാൻഡ് ഇൻ നീഡ് കൊടുക്കണം.
ടൈം മാനേജ്മെൻറ്റിൽ നമ്മളൊരു എക്സ്പേർട്ടായി, ആവശ്യമുള്ള സമയത്ത് ടൈം വേണം, നമുക്ക് ടൈം ശരിക്കും മാനേജ് ചെയ്യാൻ പറ്റിയാൽ മാത്രമേ, ഏറ്റവും പ്രധാനം നമ്മുടെ കോഴ്സുകളിനകത്ത് ടൈം മാനേജ്മെൻറ്റ് അതിനകത്ത് എല്ലാം പഠിപ്പിക്കുന്നതാണ്. ഇനി നമ്മുടെ പാസ്റ്റ് സക്സസിൻ്റെ കോൺഷ്യസ്നസ് എപ്പോഴും വേണം, അത് മാത്രം വെക്കണം. തോറ്റുപോയതെല്ലാം വിട്ട് കളയണം. അപ്പോൾ പോസിറ്റീവ് ഫീഡ്ബാക്ക് എപ്പോഴും നമ്മൾ ഓർത്തിരിക്കണം. പിന്നെ എല്ലാ പ്രവൃത്തിയും നല്ല കോൺഫിഡൻ്റ് ആയിട്ട്, വളരെ വളരെ കോൺഫിഡൻ്റ് ആയിട്ട്, ആൻഡ് ഡിസ്കവർ യുവർ പാഷൻ. എപ്പോഴും നിങ്ങളുടെ പാഷൻ എന്താണ് അത് ഓർത്തുകൊണ്ടിരിക്കണം. പിന്നെ റിലീസ് പെർഫെക്ഷനിസം. പെർഫെക്റ്റ് ആകണ്ട, നമുക്ക് പെർഫെക്ഷൻ്റെ ആവശ്യമേ വരുന്നില്ല, പെർഫെക്ഷൻ വിട്ട് കളയാം. അപ്പോൾ അങ്ങനെ നിങ്ങളൊരു സൂപ്പർ കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരാളായി മാറട്ടെ. അതിലേതെങ്കിലും മേഖലയിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ കൂടുതൽ ട്രെയിനിങ് സ്കില്ല് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ കൂടെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുകയോ വിളിക്കുകയോ ചെയ്യാം. നമുക്ക് അടുത്ത പ്രോഗ്രാമിൽ വെച്ച് കാണാം. പിന്നെ അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് കമൻറ്റുകൾ ഇടാം. ഓൾ ദി ബെസ്റ്റ്.